ഹലോ. അപ്പോൾ നമ്മുടെ ബാങ്കോക്കിൽ തായ്ലൻഡ് ട്രിപ്പിലെ 6ാമത്തെ ദിവസമാണെന്ന്. ബാങ്കോക്കിലാണുള്ളത്. അപ്പോൾ നമ്മൾ ബാങ്കോക്കിൽ നിന്ന് നമ്മുടെ വാട്ടറൂൺ ഗ്രാൻഡ് പാലസ്, പിന്നെ ഒരു റിക്ലൈനിങ് ബുദ്ധയുണ്ട്, പിന്നെ അവിടെ തന്നെ ഒരു ബിഗ് ബുദ്ധയുടെ സ്റ്റാച്യു ഉണ്ട്. ഇതൊക്കെ കാണാമെന്നുള്ള ലെവലിലാണെന്ന് രാവിലെ ഇറങ്ങിയത് ഞങ്ങൾ. ഫസ്റ്റ് നമ്മൾ ഗ്രാൻഡ് പാലസിലേക്കാണ് പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ ഈ ഓട്ടോറിക്ഷയിൽ അവിടുത്തെ ഒരു ഓട്ടോ ആണ് കേട്ടോ. അവിടെ ഒരു ഓട്ടോറിക്ഷ പോലത്തെ ഒരു വണ്ടി, ഓട്ടോറിക്ഷ തന്നെ, അതിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ അതിലത്തെ. അപ്പോൾ ഞങ്ങൾ ഈ പോണേൻ്റെ ഒരു ഇതിൽ വേറൊരാളുടെ ഇത് കൂടി ഉണ്ട് ഗൈസ്. വേറെ ആളെന്ന് വെച്ചാൽ ഞങ്ങൾ വാട്ടരല്ലോ ഗ്രാൻഡ് പാലസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഗ്രാൻഡ് പാലസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഗൈഡാന്ന് തോന്നുന്നു. അയാൾ പറഞ്ഞത് അയാൾ ടൂറിസ്റ്റാണ്. അയാൾ അങ്ങനെ പറഞ്ഞിട്ടാണ് നമുക്ക് സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ ഒരാൾ വന്നിട്ട് നമുക്കിങ്ങനെ ഒരു ബോട്ട് യാത്ര, ചാവ് ഫ്രായ് റിവറിലൂടെ ഒരു ബോട്ട് യാത്ര ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. ആൾ പോയിട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. ഇവിടെ വന്ന് ബാങ്കോക്ക് വന്ന് കാണേണ്ട ലൈറ്റാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ എന്താ പറയുക, അത്രയും പറഞ്ഞ് ഞങ്ങളുടെ മനസ്സൊക്കെ മാറ്റി ഞങ്ങളെ ഇങ്ങനൊരു സ്ഥലത്തേക്ക് ആക്കി. സംഭവം നിങ്ങൾ കണ്ടു നോക്ക്. ഫോണിൽ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവണമെന്ന് അറിയില്ല. മഴയൊക്കെ പെയ്തിറക്കണ കാരണം നല്ല ചെളിവെള്ളമാണ് അവിടെ മുഴുവൻ. പിന്നെ അവിടെ ഒരു എന്താ പറയുക, ഒരു കനാൽ പോലത്തെ ഒരു സെറ്റപ്പ്, കനാൽ ഒരു തോട് പോലെ അങ്ങനെ വെട്ടിയിട്ടുണ്ട്. അതിലാണ് അവർ നമ്മളെ കൊണ്ട് പോണത്. ആലപ്പുഴയൊന്നും എനിക്ക് തോന്നുന്നു, ആലപ്പുഴയൊക്കെ ഇതിലും അടിപൊളിയാണെന്ന് ഞാൻ പറയുള്ളൂ. അവിടുത്തെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര എന്താ പറയുക, ടൈം കുറച്ച് വേസ്റ്റായ പോലെ എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ ആ ബിഗ് ബുദ്ധയിലേക്ക് ഉള്ള ഒരു ഇറക്കം കൂടിയും ഞങ്ങൾക്ക് മിസ്സായി. കാരണം അതും ഈ പറഞ്ഞ പോലെ ഇതിൽ കൂടെ കൊണ്ടുപോയി പറ്റിച്ചു, കുറച്ച് ഭാഗം കാണിച്ചോളൂ. പിന്നെ അങ്ങോട്ട് പോയില്ല, കാരണം ഓൾറെഡി ഇതിന് നല്ലൊരു പേയ്മെൻറ്റ് വന്നു ഈ ഒരു ബോട്ടിങ്ങിന്. അപ്പോൾ നല്ലൊരു ചാർജായി ഈ ബോട്ടിങ്ങിന്. അപ്പോൾ പോണ വഴിക്ക് കുറച്ച് ടെമ്പിൾസും ആ ഒരു ഏരിയയിലത്തെ ടെമ്പിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുറേയധികം ടെമ്പിൾസ് കാണാം. പക്ഷേ ഈ ബോട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണാൻ തന്നെ പറ്റുള്ളൂ, അകത്തേക്ക് കയറാൻ പറ്റില്ല. അവർ നിർത്തൂല്ല ഇതേ സൈഡിലൂടെ. അപ്പോൾ ബിഗ് ബുദ്ധയിൽ കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് അവിടെ നടപടിയായില്ല. നമ്മൾ പോകുമ്പോൾ എന്താ വിചാരിച്ചേ, പോണ വഴിക്ക് അവിടെ നിർത്തും എന്നുള്ള ചിന്തയിലാണ് കയറി പോണത്. പക്ഷെ അവർ നിർത്തിയൊന്നുമില്ല. പിന്നെ പോണ വഴിക്ക് ചെറിയ തോതിലൊരു മഴയും കിട്ടി. പക്ഷെ കുറച്ചങ്ങോട്ട് കയറിയപ്പോൾ വെള്ളം അത്ര കലക്കലില്ല കേട്ടോ. ഇവരെങ്ങനെ വെച്ചാൽ ഒരു ഷട്ടർ പോലത്തെ ഒരു സംഭവം തുറന്നിട്ടാണ് അതിലേക്കാണ് ഈ ബോട്ട് ഇവർ ഇറക്കണത്. നമ്മുടെ എന്താ പറയുക, ചാവ് ഫ്രായ റിവറിൽ നിന്ന് ഇവർ ഒരു തടാകം പോലത്തെ ഒരു തടാകമല്ല, അങ്ങനത്തെ ഒരു കനാൽ പോലത്തെ ഒരു സെറ്റപ്പ്, അതിലേക്ക് ഇവർ ഇറക്കണത്. ഒരു ഷട്ടർ തുറന്നിട്ട് അതിൽ വെള്ളം ഇതാക്കിയിട്ടാണ് ഇവർ ഇറക്കണത്. അപ്പോൾ അവിടെ വലിയ കുഴപ്പമില്ല, വെള്ളം ഇത്തിരി വശം നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ തന്നെയാണ്. പിന്നെ ഈ പോണ വഴിക്ക് ഉടുമ്പിനെ പോലത്തെ ഒരു ജീവി ഉണ്ടോ, അങ്ങനത്തെ ഒരു ജീവിനൊക്കെ ഇടയ്ക്ക് കാണിച്ചു തരുന്നുണ്ട്. ഉടുമ്പന്നെയാണെന്ന് തോന്നണേ. അപ്പോൾ അങ്ങനത്തെ പിന്നെ ബോട്ടുകളൊക്കെ പോകണതിനൊക്കെ രസമുണ്ട്. പക്ഷെ എന്നാലും അവർ നമ്മുടെ നിന്ന് മേടിച്ച ആ ഒരു റേറ്റ് എന്താ പറയുക, നമുക്ക് കുറച്ച് നഷ്ടം പോലെ തോന്നി. അതാണ് എന്താ പറയുക, ഒരു വിഷമം ഉണ്ടായിട്ടുള്ളൂ. കാരണം അത്ര റേറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ പോയ ഒരു വഴിയാണ് കേട്ടോ, വാട്ടരൂൺ എന്ന് പറഞ്ഞൊരു ടെമ്പിളുണ്ട് അവിടെ. അപ്പം ആ ഒരു ടെമ്പിളിനെ ചുറ്റിയിട്ടാണ് നമ്മളിപ്പം എന്താ പറയുക ഈ ഒരു യാത്ര ചെയ്യണത്. ജസ്റ്റ് ഒരു റൗണ്ട് അടിക്കും. ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂറാണ് ഈ ഒരു ബോട്ട് യാത്രയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ പറഞ്ഞില്ലേ, അത്രയ്ക്ക് ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമല്ല. ഞങ്ങൾക്കത് നോക്കിയാൽ അറിയാം ആ ഒരു മാപ്പ്. പിന്നെ നമുക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകളും, നമ്മുടെ നാട്ടിലേക്കാളും എന്താ പറയുക ഒരു രസമില്ലാത്തൊരു കാഴ്ചകളായിരുന്നു. വലിയ രസമൊന്നും പറയാനൊന്നുമില്ല. പിന്നെ ഈ ഒരു സ്റ്റാച്യു ആണ് നമ്മൾ കാണണം എന്ന് വിചാരിച്ചിരുന്നായിരുന്നു. ബിഗ് ബുദ്ധയാണത്, ബാങ്കോക്കിലത്തെ ഏറ്റവും വലിയ ബുദ്ധ സ്റ്റാച്യു. അത് ബാങ്കോക്കിലുള്ളത് കേട്ടോ. അപ്പോൾ അത് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെയാണ് കാണാൻ പറ്റിയത്. നമ്മൾ വിചാരിച്ച് അങ്ങോട്ട് കൊണ്ട് ചെല്ലായിരിക്കും എന്നുള്ളതിലാണ് കയറിയത്. പിന്നെ കുറേ പേയ്മെൻറ്റ് അതിന് തന്നെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അത് ഒരു മീനെ എങ്ങനെ കാണിച്ചു തന്നു. നമ്മുടെ നാട്ടിൽ പിന്നെ മീനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് പോയി കണ്ടു. പിന്നെ എന്താ പറയുക, നമ്മുടെ ബോട്ടിനകത്ത് ഉണ്ടായിരുന്ന കുറച്ച് ഫോറിനേഴ്സിന് ഇതൊക്കെ ഇഷ്ടമായിട്ടാണ്. നമ്മളിങ്ങനത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ സുലഭമായ കാരണം നമുക്കിതിപ്പം വലിയ കാര്യമായിട്ട് തോന്നിയില്ല. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ചാവ് ഫ്രായ റിവറിലുള്ള ഒരു ഇതെനിക്ക് ഇഷ്ടമായിട്ടാണ്. അത് എന്താ പറയുക, നല്ല ഇളകി മറണ ഒരു വെള്ളമായിരുന്നു. അപ്പോൾ അതിൽ ബോട്ടിങ്ങിന് പോയപ്പം അതൊരു രസം എന്നിട്ട് തോന്നി. അത് മാത്രമല്ല തിരിച്ചു വരാൻ പോട്ടെ, കാരണം വെള്ളത്തിന് നല്ല ഇളക്കണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി ചാടി മറിഞ്ഞും അങ്ങനത്തെ രീതിയിലേക്കാണ് ഒരു റഷായിട്ടൊക്കെ ഓടിച്ചിരുന്നത് ആ ബോട്ട്. പിന്നെ ആ ബോട്ടിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് വാട്ടരും അങ്ങനെയുള്ളതൊക്കെ കാണാം. നമ്മളിപ്പോൾ ഗ്രാൻഡ് പാലസിലേക്കാണ് പോകണം കേട്ടോ, അടുത്ത് ഗ്രാൻഡ് പാലസിലാണ്. അപ്പോൾ ഗ്രാൻഡ് പാലസ് ഈ പറഞ്ഞ പോലെ അടിപൊളി സ്ഥലമാണ്. അത് എന്താ പറയുക, വാക്കുകളില്ല ആ ഒരു പാലസ് കാണുമ്പോൾ, അത്ര അധികം അടിപൊളിയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 1782 തോന്നുന്നു ഇതിൻ്റെ ഒരു പണി അവർ തുടങ്ങിയത് കേട്ടോ. ഈ ഒരു ഗ്രാൻഡ് പാലസിൻ്റെ 1782 ആ ഒരു ടൈമിൽ തുടങ്ങിയ ഒരു പാലസാണത്. അപ്പോൾ ഇത് നമുക്ക് പറയാമല്ലോ, ഇതിനകത്ത് കുറേ ടെമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അങ്ങനെയൊക്കെ നല്ല രസമാണ്. ഇവരിപ്പോൾ ഇത് കാണുന്നത് നമ്മൾ അതിൻ്റെ ഭിത്തിയിൽ ഇതിനെ പറ്റിയുള്ളൊരു കഥകൾ പോലെയൊക്കെ, അതായത് ഇതിൻ്റെ ഒരു ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇതിപ്പോൾ നമ്മളാ എന്താ പറയുക, അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് കയറുന്നൊരു ഭാഗം. ഇതിനകത്ത് ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ടെമ്പിളിനകത്ത് കയറിയാലും ഒരു രക്ഷയില്ല, അന്യായ വൈബാണ്. അപ്പോൾ ആ ഗ്രാൻഡ് പാലസിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി. ഇതിൻ്റെ മെയിൻ ഭാഗം വേറെ സൈഡാട്ടോ. അങ്ങനെ കുറേ ഏരിയാസ് ഉണ്ട് ഇതിന്. പലതിന് പല കാര്യങ്ങളും ഉണ്ട്, പല പല ഐതിഹ്യങ്ങളും ഇതിലുണ്ട് ഇവർക്ക്. ഇതെന്ന് വെച്ചാൽ പല ചരിത്രങ്ങളും ഉണ്ട്. നമുക്കിതിന് പൂർണ്ണമായിട്ടൊരു ചരിത്രം നമുക്ക് അറിയില്ല. ഗൈഡുകൾ ചിലരെ കൂടെ പോകേണ്ടായിരുന്നു. നമ്മൾ ഗൈഡിനൊന്നും എന്താ ഇതാക്കിയില്ല, കാരണം എല്ലാത്തിനും പൈസ ഒരുപാട് വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഏറ്റവും ലാസ്റ്റത്തെ കഴിഞ്ഞ ഒരു ദിവസം കൂടി നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ 6ാം ദിവസമായ കാരണം കയ്യിൽ അത്രയും എന്താ പൈസ തെറ്റാവാത്ത കാരണം നമ്മളിപ്പം അങ്ങനെ ചെയ്തു. അപ്പോൾ ഇത് അടിപൊളി സംഭവം കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അതിനൊരു ലാൻഡ്സ്കേപ്പും പിന്നെ അവരുടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, ആ വെറൈറ്റി ലുക്കും നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മളിത് ഇവിടെ നിൽക്കണമെന്നൊക്കെ തോന്നും. അത്ര ഒരു സെറ്റപ്പ് ഒരു സ്ഥലമായിരുന്നു അത് ഗ്രാൻഡ് പാലസ്. ഇപ്പോൾ ബാങ്കോക്ക് പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും കണ്ടോളൂ, നല്ലൊരു സ്ഥലമാണ്, ആരും മിസ്സാക്കണ്ട. അപ്പോൾ ഇതിനെപ്പറ്റി ഇതാണ്, ഇത് രക്ഷയില്ലാത്ത ഐറ്റം. എന്താ പറയുക, കണ്ടാലും മതി വരില്ല, കാണുമ്പോൾ അറിയാലോ. എല്ലാം നല്ല ഗോൾഡ്, ഇവരെ എല്ലാ ബിൽഡിങ്സിനും കുറേ ഗോൾഡിൻ്റെ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഇത് റിക്ലൈനിങ് ബുദ്ധ, ഇത് അവിടെ ഒരു ടെമ്പിളാണ്. ഇത് ഈ ഒരു ബുദ്ധ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. നമ്മളതിനകത്ത് കയറിയിട്ട് കുറേ കറങ്ങി. നമ്മൾ ചെറിയൊരു ടെമ്പിളാണെന്ന് വിചാരിച്ചത്, പക്ഷേ അതിനുള്ളിൽ കയറിയിട്ട് കുറേ കയറാണ്ട്. പല പല ഏരിയാസും ഏകദേശം ഒരുപോലെ തോന്നും. നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ ദൈവം ഇതെങ്ങനെ ഏത് വഴിക്ക് പുറത്തിറങ്ങാമെന്നൊക്കെ തോന്നും ചില ടൈമിൽ, കാരണം വിട്ടുപോകും അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ, നമുക്കറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് കുറേ നടക്കാണ്ട്, കുറേ ഏരിയാസ് ഉണ്ട്. നമ്മൾ ചെറുതാണെന്ന് വിചാരിച്ചിട്ട് കയറിയത്, പക്ഷെ നമ്മൾ ചോദിച്ച് വേറൊരു ഇതിലേക്ക് കയറിയപ്പോഴാണ് മനസ്സിലായത് ചെറുതല്ല, വലിയതാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഈ ഒരു സ്റ്റാച്ചു കാണാനും നല്ല ഭംഗിയുണ്ട്. ബുദ്ധ ഒന്ന് ചെരിഞ്ഞിങ്ങനെ കിടക്കണ ഒരു ഇത്. പിന്നെ ഇതിൻ്റെ കാൽപാദത്തിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ എന്തൊക്കെയോ അങ്ങനെ എഴുതി, എന്താ പറയുക, അങ്ങനെയൊക്കെ എഴുതിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ അടിക്കാലിൻ്റെ ഭാഗത്തായിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്റ്റാച്ചുവാണ്. കാലിൻ്റെ ഭാഗത്ത് കൊണ്ട് എന്തൊക്കെ എഴുതിയതോ പടം വരച്ചതോ അങ്ങനെ എന്തായിട്ടാണ്. പക്ഷെ അതിനൊക്കെ എന്തോ ഇതുണ്ട്, അർത്ഥങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്ന കാരണം കണ്ട് ആസ്വദിച്ചെന്ന് മാത്രം. രസമുണ്ട്, നമ്മുടെ ലൈഫിലൊന്നും ഇങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ അവിടെ ഒരു പുറത്ത് വെച്ചുകൊണ്ടൊരു സംഭവമാണ്, ഇങ്ങനത്തെ ഒരു 3-4 ഉണ്ടാണ്. അപ്പോൾ അതിലൊരെണ്ണത്തിൽ ഇങ്ങനെ വെറുതെ ഒന്ന് കൊട്ടി നോക്കിയതാ, കൊള്ളായിരുന്നു, നല്ല ഒച്ചയുണ്ടായിരുന്നു. ഇതാണ് വാട്ടരൂൺ. ഇതും ഒരു ടെമ്പിൾ തന്നെയാണ്. അവിടുത്തെ ടെമ്പിൾസൊക്കെ വെറൈറ്റി ടെമ്പിൾസാണ്. നമുക്കിപ്പോൾ അത്യാവശ്യം ഇവിടെയൊക്കെ വൈകുന്നേരം ആയപ്പോഴേ, ഞങ്ങൾ വൈകുന്നേരം ടൈമിലാണ് പോയത്. അപ്പോൾ അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്, ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് കയറി പോകുന്നുണ്ട്. അവിടെ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ മേടിക്കാൻ കിട്ടും, വാടകയ്ക്ക് അതിനെ എടുക്കാൻ കിട്ടും. അത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ അവിടുത്തെ ബോട്ടിങ്ങിലെ പോകണത്, ഈ ചാവ് ഫ്രൈ റിവറിൽ തന്നെ പോണത്. ഇപ്പോൾ കണ്ടില്ലേ പുറത്ത് കാണുന്നത് വാട്ടരൂൺ, പിന്നെ ഗ്രാൻഡ് പാലസിൻ്റെ ഭാഗവും അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാവ് ഫ്രൈ റിവറിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വൈകുന്നേരമൊക്കെ. അവിടുത്തെ ബോട്ടിങ്ങിനുള്ള പോണുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. നമ്മൾ ഇനി പോണത് ഒരു മാളിലൊക്കെയാണ്. മാളെന്ന് പറയുമ്പം ഐക്കോൺ സിം മാൾ എന്ന് പറയും. അവിടുത്തെ അത്യാവശ്യം ടോപ്പ് മാളാണ്, നല്ലൊരു വലിയ മാളാണ്. അപ്പോൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പോണ സമയത്തുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാങ്കോക്ക് നഗരം നല്ലൊരു ഭംഗിയുള്ള നഗരമാണ്. ഈ വെള്ളം എന്ന് പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ മഴ പെയ്തിട്ടൊന്നുമുണ്ട്, നല്ല കലക്കളുണ്ട്. നവംബർ ഡിസംബർ മാസത്തിൽ പോയാൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. നല്ല കലക്കലുണ്ട് വെള്ളം. ഇതാണ് ആ മാള്. നമ്മൾ കുറച്ച് നേരം മാളിൽ നിന്ന് കറങ്ങി നമുക്ക് തിരിച്ച് ആ ബോട്ടിൽ തന്നെ പോകണം. അങ്ങനത്തെ ബോട്ട് വേറെ വരും. അപ്പോൾ ആ ബോട്ടിൽ തന്നെ തിരിച്ച് നമ്മുടെ കാവസാൻ ആ ഒരു ഏരിയയ്ക്ക് പോകണം നമുക്ക്, കാരണം അവിടെ ആണല്ലോ നമ്മുടെ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കണം. തിരിച്ച് കാവസാൻ റോഡിലേക്ക് പോകണം. അപ്പോൾ അവിടുന്ന് ബോട്ടിൽ കയറിയിട്ട് വേണം നമ്മുടെ സ്ഥലത്തേക്ക് പോകാൻ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, പുതിയ കാഴ്ചകളുമായി അടുത്ത ദിവസം കാണാം.